നമ്മുടെ സ്വന്തം ഇൻഡിഗോ. ഇതൊക്കെയാണ് ബ്രിട്ടീഷ് എയർലൈൻസിൻ്റെ ഏതോ ഫ്ലൈറ്റാണ്. പിന്നെ അപ്പുറത്ത് എടുക്കുന്ന സൗദി എയർലൈന്, പിന്നെ വിസ്താര പോകുന്നു, പിന്നെ എയർ എക്സ്പ്രസ്. അത് വിൻഡോ ഒന്നുമില്ലാത്ത എനിക്ക് തോന്നുന്നു കാർഗോ തോന്നുന്നു. പിന്നെ ഒരു ഫ്ലൈറ്റ് വരുന്നു, എയർ ഇന്ത്യ ആണല്ലോ. ഇവിടെയൊക്കെ എൻ്റെ ഒരു കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തോ ട്രാക്കെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നു. ഇത് ബ്രിട്ടീഷ് എയർലൈൻസ് തന്നെയാണ് കേട്ടോ അല്ലേ? അതെ, ബ്രിട്ടീഷ്. UK സൈഡ് ലണ്ടൻ ഹീത്രോ അവിടേക്കെല്ലാം പോകുന്ന ഫ്ലൈറ്റുകളായിരിക്കാം. അപ്പോൾ നമുക്ക് പോകേണ്ട നമ്മുടെ എത്യോപ്യയുടെ എയർലൈനിലാണ്. അപ്പോൾ എത്യോപ്യയുടെ എയർലൈൻ വന്നിട്ടുണ്ട്, ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നത് തന്നെ ഉള്ളൂ. വന്ന് ഗേറ്റ് എല്ലാം എൻഗേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഫ്യൂവലിങ്ങും കാർഗോ ലോഡിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ കാണുന്നതാണ് റഡാർ. നമ്മൾ ഫ്ലൈറ്റ് നമ്മുടെ എയർ സ്പേസിൽ വന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. കുറേ ഫ്ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തൊരു എമിറേറ്റ്സും വന്ന് കിടക്കുന്നുണ്ട്. ഈ പോകുന്ന വണ്ടിയിൽ ഇതെല്ലാം ലോറി പോലെ തോന്നും. ശരിക്കും ഒരാൾ നിന്നിട്ട് ഇങ്ങനെ ഓടിക്കണം. കുറേ വീലാണ് മൊത്തം. ഇത് ശരിക്കും കാർഗോ, വലിയ കാർഗോകളൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തേലാണ് കൊണ്ടുപോകുക. അപ്പോൾ അതിൽ റോളർ വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങനത്തെ വലിയ ഹെവി സാധനങ്ങൾ ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഈ വരുന്നത് നമ്മുടെ ഇൻഡിഗോയുടെ ബസ്സാണ്. ചിലയിടത്തൊക്കെ നമ്മൾ ഇൻഡിഗോ ലോ ബഡ്ജറ്റ് എയർലൈൻസ് ആണ്. ചിലപ്പോഴൊക്കെ ഗേറ്റ് വെക്കില്ല. ഗേറ്റ് വരപ്പോൾ നടന്നു പോകുന്ന ഗ്ലാസ് ഇട്ടുള്ളതില്ല. അത് വെക്കാതെ ഒരു സാധനം നമ്മുടെ കോണി പോലത്തെ സാധനം വരും, അലുമിനിയത്തിൻ്റെ. അതിൽ ഇറങ്ങിയിട്ട് പിന്നെ ബസ്സിലെടുക്കും. അപ്പോൾ അവർക്ക് കുറച്ച് കോസ്റ്റ് സേവ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഇൻഡിഗോയുടെ റേറ്റും കുറവിൽ നമുക്ക് കിട്ടുന്നതല്ല. ഇത് പിന്നെ നമ്മുടെ എയർ ഇന്ത്യയുടെ വണ്ടികൾ തന്നെ താഴെ പോയതൊക്കെ ലോറിയെല്ലാം. പിന്നെ അവിടെ കിടക്കുന്ന പഴയ നമ്മുടെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ റൺ ചെയ്യാത്ത മോഡലുകളാണ്. കുറേ നാളായിട്ട് തന്നെ എൻജിനെല്ലാം ഊരിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ പോകുമ്പോൾ നമ്മുടെ വിജയണ്ണൻ അവിടുത്തെ തമിഴ്നാട് മന്ത്രിയാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്താവോ അവിടെ എത്തുമ്പോഴേക്കും തീരുമാനം അറിയാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഇവിടെ ചെറിയ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഷോപ്പുകളെല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് നല്ല ക്യൂ ആണ്. നമ്മുടെ ഫ്ലൈറ്റിലും നല്ല ക്യൂ ആണ്. എല്ലാം സിംഗിൾ ക്യൂ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ പോകുന്നതാണ് എത്യോപ്യൻ എയർലൈൻസിലെ അഡിസ് അബാബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതൊരു എയർപോർട്ടാണ്. എയർപോർട്ടിൻ്റെ പേരാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നത്. കൂടുതലും എത്യോപ്യക്കാർ, പിന്നെ കുറേ തമിഴന്മാരുണ്ട് നമ്മുടെ ഫ്ലൈറ്റിൽ. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ് കൊടുത്തിട്ട് QR കോഡ് സ്കാൻ ചെയ്യണം. അങ്ങനെ സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിനുള്ളിലേക്ക് കയറി. ഇതാണ് ഞാൻ പറഞ്ഞ ഗേറ്റ് എന്ന് പറഞ്ഞത്. ബഡ്ജറ്റ് എയർലൈൻ ആകുമ്പോൾ ഇങ്ങനെ ഗേറ്റ് ചിലപ്പോൾ കണക്ട് ചെയ്തൊന്നും വരില്ല. നമുക്ക് ബസ്സിൽ പോയിട്ട് സ്റ്റേഴ്സ് വെച്ച് കയറലായിരിക്കും. ഇത് ഒന്നുകൂടി ഇൻ്റർനാഷണൽ ആയതുകൊണ്ടായിരിക്കാം. അതുപോലെ ഇത് ബഡ്ജറ്റൊന്നുമല്ല, കുഴപ്പമില്ലാത്ത ഫെയർ ഇതിനും വരുന്നുണ്ട് ഈ എയർലൈനും. അങ്ങനെ നമ്മൾ ഗേറ്റിൽ ഇങ്ങനെ നടന്ന് പോവുകയാണ്. രണ്ട് സൈഡിലും നല്ല വെണ്ണം ഫ്ലൈറ്റുകളെല്ലാം വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. പിന്നെ മലയാളികളായിട്ട് ഞാൻ ഈ എയർലൈനിൽ ആരെയും കണ്ടില്ല. അതായത് നമ്മുടെ ഫ്ലൈറ്റിൽ ആരെയും കണ്ടില്ല. ഞാൻ ഇത് പോണ വഴിയിലെല്ലാം നോക്കി, ആരെയും കണ്ടില്ല. ക്യൂ എല്ലാം അത്യാവശ്യം ആൾക്കാരുള്ളതുകൊണ്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് താറ്റിക്ക് ഇറക്കിയിട്ട് പിന്നൊക്കെ എടുത്തിട്ടൊക്കെയാണ് വിടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ETH. പിന്നെ എത്യോപ്യയുടെ IOP ആ ലെറ്റേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ എത്യോപ്യയുടെ നാഷണൽ കാരിയറാണ്. നമ്മുടെ എയർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ പോലെ, ഇന്ത്യയുടെ എയർ ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ എത്യോപ്യ എയർവേസ് എന്ന് പറഞ്ഞതാണ്. ഗവൺമെൻറ്റിൻ്റെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ അടിയിൽ നമുക്കിപ്പോൾ ആ റെഡ് പോയ പോലെ ഇവിടെ വൈറ്റ് വണ്ടി കണ്ട് കിടക്കുന്നത്, ലോഡെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്ത് കിടക്കുന്നത്. അപ്പോൾ കാർഗോ കാര്യങ്ങൾ, നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ അതിൽ ലോഡ് ചെയ്യാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒന്നുകൂടെ അടുത്തു കൂടെ നമുക്ക് കാണാം. ഈ സൈഡിലുണ്ട് എൻജിൻ, ഫ്ലീറ്റ് എല്ലാം കാര്യങ്ങളെല്ലാം ഇവിടേക്ക് കാണാം. എത്യോപ്യൻ ലെറ്ററിൽ എഴുതിയത് കണ്ട് അവരുടെ എത്യോപ്യൻ അക്ഷരങ്ങളിൽ. അങ്ങനെ ഇപ്പുറത്ത് കിടക്കുന്നതാണ് നമ്മുടെ എമിറേറ്റ്സ്. അത് ദുബായിക്കുള്ള ഫ്ലൈറ്റാണ്. അതും രണ്ടും ഏകദേശം ടേക്ക് ഓഫ് സിമിലർ ടൈമിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ടൈം അവിടെ എഴുതി വെച്ച് കാണുമ്പോൾ പ്രയോറിറ്റി ആർക്കെങ്കിലും കൊടുക്കുമായിരിക്കും. ആദ്യം ആരാണ് ബോർഡിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്ക് റൺവേ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ മുംബൈയിലെ ഫ്ലൈറ്റ് ഇങ്ങനെ വരുവരിക്ക് നിൽക്കണമെല്ലാം കാണാം. ഇതാണ് മെയിൻ നമ്മുടെ എൻജിൻ. എയറെല്ലാം ഇൻടേക്ക് ചെയ്തിട്ട് നമ്മൾ പറപ്പിക്കുന്ന എൻജിൻ. ഇതാണ് ഗേറ്റിൻ്റെ കൺട്രോൾ സിസ്റ്റം എല്ലാം അവിടെ വരുന്നതാണ്. ഈ ഡോറ് വെച്ചിട്ട് പുറത്തേക്ക് അവർക്ക് സ്റ്റാഫുകൾക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഈ സൈഡിൽ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞത്. നമ്മളൊക്കെ കയറി വന്നാൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി ടിക്കറ്റ് വേണ്ടിയിട്ട് നമ്മൾ നമ്പറൊക്കെ നോക്കി നോക്കി. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടതാണ് ഈ ഗേറ്റ് ഈ എയർലൈൻസ് കണക്ട് ചെയ്യുന്നത്.
ഇതാണ് നമ്മുടെ എത്യോപ്യൻ എയർവേസ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയായി ബോർഡിംഗ് പാസിന് കയറി കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവരെ എയർവേസസ് 2 ടൈപ്പ് ഉണ്ട്. ബിസിനസ് ക്ലാസ്സിൽ ലെഫ്റ്റ് സൈഡിലുള്ളതും റൈറ്റ് സൈഡിലുള്ളതും എക്കണോമി നമ്മുടെ പാവപ്പെട്ടവർക്കുള്ളത്. അങ്ങനെ ഇതാണ് അവരുടെ ഈ കിച്ചൺ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. അതിൽ മൊത്തം ഫുഡും കാര്യങ്ങളാണ്. ട്രോളി എല്ലാം അവർ വെച്ച് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. കാരണം അത്യാവശ്യം ഒരു 6-7 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ ലോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അവരത് ഹീറ്റ് ചെയ്തിട്ട് നമുക്കെല്ലാം ഭക്ഷണം കഴിക്കാൻ തരും. അപ്പോൾ ഞാനും എൻ്റെ സീറ്റെല്ലാം നോക്കിയിട്ട് ഞാനും മെല്ലെ ഇരിക്കാൻ നോക്കട്ടെ. അങ്ങനെ എവിടെയാണ് നമ്മുടെ സീറ്റ് വരുന്നത്, അപ്പോൾ നമുക്കൊന്ന് ഇരുന്നിട്ട് ബാക്കി. ഇതാണ് സീറ്റ് സെൻട്രൽ ഇങ്ങനെ വരുന്നത്. ഈ സീറ്റാണ് നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സീറ്റിലിരുന്നു. നമുക്ക് ഇതൊക്കെയാണ് സെറ്റപ്പ്. ഈ ഫ്ലൈറ്റിൻ്റെ അത്രയ്ക്കങ്ങോട്ട് തൃപ്തികരമല്ല എന്ന് പറയാം ഈ ഫ്ലൈറ്റ്. എനിക്ക് അത്രയ്ക്കാണ് തോന്നിയിട്ടില്ല. പിന്നെ ഒരു ബ്ലാങ്കറ്റ് തന്നിട്ടുണ്ട്. ഇതാണ് എത്യോപ്യയുടെ ബ്ലാങ്കറ്റ്, കവറിലിട്ട് തന്നിട്ടുണ്ട്. ഞാൻ നോർമലി അങ്ങനെ തന്നെ ബ്ലാങ്കറ്റൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ഇതൊരു പില്ലോ തന്നിട്ടുണ്ട്. അവരുടെയും പച്ച തീം തന്നെയെല്ലാം. അതിലൊരു പില്ലോ തന്നിട്ടുണ്ട്. പില്ലോ ഒക്കെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലാണ് ഇത് കപ്പ് ട്രേ വരുന്നത്. നമുക്ക് ചായയുടെ കപ്പ്, വെള്ളം എല്ലാം കപ്പ് കാര്യങ്ങൾ വെക്കാം. പിന്നെ ഇത് നമ്മുടെ ഫുഡ് ട്രേ, ഇതിങ്ങനെ വെച്ചിട്ട് എടുക്കാം. നല്ല ആട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, അത്രയ്ക്ക് എൻ്റെ തൃപ്തികരമായിട്ടില്ല. ഇതാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ നല്ല കുത്തിയാലാണ് ടച്ച് ആവുന്നുള്ളൂ. കുറച്ച് വഴക്കുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാമെന്ന് മാത്രം. നമ്മൾ എയർ ഇന്ത്യ പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ വേറെ നാഷണൽ കാരിയർ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ ഇപ്പം എന്ത് പറയാം. പിന്നെ ഇതിലിങ്ങനെ എയർ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്ലൈറ്റിൽ പോകുന്ന ട്രാവലിന് ഡിസ്റ്റൻസ് കാര്യങ്ങൾ അങ്ങനത്തെ ബേസിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു കുത്തണം. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഫ്ലൈറ്റ് പോകുന്ന പാത്ത്. ഇവിടുന്ന് ഇതാണ് നമ്മുടെ മുംബൈയിൽ നിന്ന് നേരെ അഡിസ് അബാബ എന്ന് പറഞ്ഞ എത്യോപ്യയ്ക്ക് പോകുന്നത്. പക്ഷേ ഒന്നും അനങ്ങണില്ല. ഇതൊക്കെ ഭയങ്കരം തന്നെ. ഇവിടെ ഈ സൈഡിലാണ് ഇവർ മറ്റേ വോളിയം കൂട്ടാൻ കുറയ്ക്കാൻ കാര്യങ്ങളെല്ലാം തന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാബിൻ ക്രൂ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ചേട്ടാ നിങ്ങൾക്കൊന്ന് സീറ്റ് മാറി ഇവിടേക്ക് ഇരിക്കാൻ പറ്റും, എമർജൻസി എക്സിൻ്റെ അവിടേക്ക്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി എക്സിൻ്റെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷാണ്. എന്നെ പറയല്ല, അവിടെ ഇരിക്കുന്ന ഒരു ബായിയാണ് ഇരിക്കുന്നതല്ല. ബായിക്ക് ഇംഗ്ലീഷ് അത്ര അറിയില്ല. അപ്പോൾ ഇവരിത് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതോടെ ബായി മേപ്പോട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എന്നെ പിടിച്ചിട്ട് അവിടെ എത്തി ബായിനെ എൻ്റെ സീറ്റിലിരുത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ എത്യോപ്യൻ എയർലൈൻസിൻ്റെ ഫസ്റ്റ് ഫുഡ് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ തുറന്നിട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. എത്യോപ്യൻ എയർവേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എംബോസിംഗെല്ലാം ചെയ്തിട്ടുണ്ട് കുഞ്ഞത്തിൽ കവറിൽ. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് തന്നിട്ട്, ഒരു കേക്ക് തന്നിട്ട്, പിന്നെ ഒരു ബണ്ണ്, ഒരു ബിസ്ക്കറ്റ്. അപ്പോൾ ഞാൻ നോൺ വെജാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എന്താണ് എന്ന്. അമ്പട ചിക്കൻ തന്നിട്ടുണ്ട്, കുറച്ച് റൈസ് തന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്ര വലിയ പുതിയ വിമാനമൊന്നുമല്ല. കുറച്ച് പഴക്കമൊക്കെ അവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, എനിക്ക് കാണുന്ന പോലെ തന്നെ. നമുക്കതുപോലെ ഒരു ലാബറട്ടറി, അതായത് നമ്മുടെ ബാത്റൂം, വാഷ്റൂം കാര്യങ്ങൾ എങ്ങനെയൊക്കെ നോക്കാം. ഈ കാണുന്നതാണ് സ്മോക്ക് ഡിറ്റക്ടർ. നമ്മളിപ്പോൾ ആരെങ്കിലും സിഗരറ്റ് എടുത്ത് ഇവിടെ പോയിട്ട് ടോയ്ലറ്റിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ സിഗരറ്റ് വലിക്കാൻ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യും. അതുപോലെ ഈ കാണാനാണ് മറ്റേ ബേബീസിൻ്റെ സ്നെഗ്ഗി ഡയപ്പേഴ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. നമുക്കിങ്ങനെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഹോൾഡ് ഇങ്ങനെ പണി കഴിഞ്ഞാൽ തിരിച്ച് മടക്കി വയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ ഒരു വലിയ മിററും പിന്നെ ഇപ്പോഴത്തെ ഒരു മിറർ, ഇതുപോലെ ഷേവിങ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺവെക്സ് മിറർ, ആ മിററുണ്ട്. പിന്നെ ബേസിൻ്റെ കാര്യം പറയേണ്ട, നമ്മുടെ ഇന്ത്യൻ്റെ അപ്പുറത്തേക്കാക്കി വെച്ചത്. ഇത് എത്യോപ്യക്കാരുള്ളതുകൊണ്ടാണ് മെയിൻ, അവർക്ക് അത്രയ്ക്കത് സുഖമില്ല. ഇത് പിന്നെ ക്ലോസ് ചെയ്യാൻ ജസ്റ്റ് കുറ്റിയിടുന്ന പോലെ. പിന്നെ പിടിച്ച് എണീക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ക്യാബിൻ ക്രൂവിന് ഇരിക്കാനുള്ള സ്ഥലം. അതിന് മേലെ നമുക്കിതുപോലെ ഒരു മോണിറ്റർ ഉണ്ടാവും, എന്തൊക്കെ അവിടേക്ക് എത്തിയെന്നൊക്കെ കാണിക്കാൻ. ഇതാണ് ക്യാബിൻ ക്രൂ ഇരിക്കുന്ന സീറ്റ്. അതിന് തൊട്ടപ്പുറത്തായിട്ടാണ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവർക്കും ഒരു സ്വിച്ച് തൊട്ടപ്പുറത്ത് ഫോൺ, ഒരു കേബിളെല്ലാം കാണുന്ന ഫോൺ കാര്യങ്ങളുണ്ട്. അവരുടെ സീറ്റ് ബെൽറ്റും വ്യത്യാസം തന്നെ നമ്മളെയൊക്കെ. പിന്നെ അവിടെ താഴത്ത് ടോർച്ചും ലൈഫ് ജാക്കറ്റൊക്കെ അവരുടെ താഴത്ത് അതിന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എമർജൻസി എക്സിറ്റ്. നമ്മളടുത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചത്. എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആ പിടുത്തല്ലേ, ആ പിടുത്തങ്ങ് വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി എക്സിറ്റ് കൂടെ പുറത്തേക്ക് തന്നെ തള്ളിപ്പോകും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് രക്ഷപ്പെടാം. അതാണ് എമർജൻസി എക്സിറ്റ്. നമുക്കിത് ഇവിടെ നോക്കിയാൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ വിങ്ങെല്ലാം കാണും, നല്ല പറക്കൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഇൻസ്ട്രക്ഷൻസ് മാനുവൽസ് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്കവിടെ നോക്കിയാലും മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ. ഇതിൻ്റെ ഒരു വിൻഡോ, ചെറിയൊരു വിൻഡോ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ തുറക്കുന്നതിന് മുന്നേ അവിടെ പുറത്ത് ഫയർ ഉണ്ടോ വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വിൻഡോ അങ്ങനെ കൊടുത്തിട്ടാണ്. അതിപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വിൻഡോ എല്ലാ സെറ്റും കൂടി അങ്ങ് പുറത്തേക്ക് ചാടും. അതാണ് നമ്മുടെ ഏകദേശമൊക്കെ നമ്മളിപ്പോൾ എത്യോപ്യ എത്താറായിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാനുണ്ട്.
നമ്മളങ്ങനെ എത്യോപ്യയിലെത്തി, ലാൻഡ് ചെയ്തു. ലാൻഡിങ് കുറച്ച് ഹാർഡായിരുന്നു, അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ വേറെ കുറേ എയർലൈനുകളെല്ലാം കിടക്കുന്നുണ്ട്. ഇതിലെ ഫ്യൂലിംഗ് എല്ലാം പോകുന്നു. പിന്നെ നമുക്ക് ഗേറ്റിൽ കൂടെ അങ്ങനെ കടന്ന് അപ്പുറത്തേക്ക് എത്തണം. ഇതാണ് നമ്മൾ വന്ന വണ്ടി, എത്യോപ്യൻ എയർവേസ്. നല്ല തിരക്കാണ്, എല്ലാ തമിഴന്മാരും എത്യോപ്യക്കാരും എല്ലാവരും ഉണ്ട്. കണ്ട മലയാളികൾ ഇല്ലേ? ഇതാ അവിടെ അപ്പുറത്ത് വേറെ എത്യോപ്യൻ എയർവേസ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട്. റൺവേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം എത്യോപ്യയുടെ എയർവേസ് മാത്രം, അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സെപ്പറേറ്റ് ഗേറ്റാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. നമ്മളിനി താഴത്തേക്ക് പോകണം, നമുക്കങ്ങനെ ഹോട്ടലിൽ പോകണം. അതിൻ്റെ ഇടയിൽ ഈ സ്ത്രീ ചെയ്യണം നോക്ക്, ഒരു അന്തെന്ന് പറഞ്ഞ കാര്യമില്ല അവരുടെ അടുത്ത്. നോക്ക്, ഒരു ബോക്സൊക്കെ എടുത്തിട്ട് നോക്ക്, എസ്കലേറ്ററിൽ ഇട്ടങ്ങ് വീട് തന്നെ. ഒന്നും പറയണില്ല ഇവരുടെ കാര്യങ്ങളൊക്കെ. അത്രയ്ക്കൊക്കെ ബുദ്ധി പ്രതീക്ഷിച്ചാൽ മതി. കണ്ടപ്പോൾ തന്നെ ഭ്രാന്ത് തോന്നുന്നു, ഇങ്ങനെയൊക്കെയാണെന്ന് ഒരാൾ ചെയ്യുക എന്നുള്ളത്. അതിൽ കോട്ട് സൂട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, തലയിലുള്ള ഊള വേണം, ഒന്നും പറ്റില്ല. അങ്ങനെ ഉള്ളിൽ തങ്കമെട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പുലർച്ചെ 12:30-ക്കാണ് നമുക്ക് ഇനി ഇവിടുന്ന് ഇറ്റലിയിലേക്ക് ഫ്ലൈറ്റ്. ഇറ്റലിയിൽ നിന്ന് ഫ്യൂലിങ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലൈറ്റ് മാറി കയറും, നമ്മളെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകും. അതാണ് നമ്മളുടെ പ്ലാന്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ മൊത്തം പുതിയ എയർപോർട്ടാണ്. അപ്പോൾ എല്ലാം പുതിയ സെറ്റപ്പാണ്, പൂക്കളും ഗാർഡനിങ് എല്ലാം അവർ സെറ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ ആൾക്കാരോട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നമ്മളവിടെ പോയി നോക്കിയാലും അറിയുള്ളൂ എന്താണ് അവസ്ഥ എന്നുള്ളത്. റിസപ്ഷനിൽ അവരാ അങ്ങനെ പറഞ്ഞത്. പിന്നെ എന്നാൽ നമുക്ക് ഈ കൺട്രിയിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഗേറ്റിന് അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ എത്യോപ്യയുടെ വിസയോ കാര്യങ്ങളോ ഇല്ലല്ലോ. ജസ്റ്റ് ഹോട്ടലിലത്തെ ആൾക്കാർ വന്ന് നമ്മളെ കളക്ട് ചെയ്യും, നമ്മൾ ഹോട്ടലിൽ പോവും. ഹോട്ടലിൽ നിന്ന് പിന്നെ തിരിച്ച് അവർ തന്നെ നമ്മളതിനെ ഇവിടെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കും. അതാണ് ഒരു സെറ്റപ്പ്. അപ്പോൾ ഇവിടെ നടന്നു പോകണം, എല്ലാവരും നടന്നു പോകുന്നുണ്ട്. പലർക്കും പല ഹോട്ടലാണ് എയർലൈന് കൊടുത്തിരിക്കുന്നത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മുമ്പ് അവിടെ അവരുടെ ടാക്സികളൊക്കെ നിങ്ങൾ കാണുന്നില്ലല്ലോ, മഞ്ഞയും പച്ചയും കളറൊക്കെയാണ് അവരുടെ ടാക്സി. അങ്ങനെ ഞാൻ നടന്നു വരുമ്പോൾ ഇവർ വന്നു, നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു ഡ്രൈവർ വന്നു. അപ്പോൾ ഡ്രൈവർ വന്നപ്പോൾ ഏതാ ഹോട്ടലിൽ നോക്കിയപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ പേര് നോക്കി. അപ്പോൾ അവരവരെ വണ്ടിയിൽ കയറ്റി. അങ്ങനെ നമ്മൾ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അddീസ് അബാബ എത്യോപ്യൻ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഈ വണ്ടി ഭയങ്കര സൗണ്ടൊന്നുമില്ല, മൊത്തം ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിൻ എയർപോർട്ടിൽ കയറുന്ന പോലെ ടോള് പോലെ ഇവിടെയും അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ അവിടെ നിർത്തിയിട്ട് അവരെ ടോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. ഇത് മൊത്തത്തിലൊരു പുതിയൊരു എയർപോർട്ട് പോലെ എനിക്ക് തോന്നിയത്. ആ ഏരിയ മൊത്തം പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത പോലെ, എല്ലാ ബിൽഡിങ് കാര്യം എല്ലാം പുതിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയൊരു വെറുതെ കിടക്കുന്നൊരു ഏരിയ മൊത്തം ഒരു പുതിയതായിട്ട് ബിൽഡിങ് കാര്യങ്ങൾ പണിതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ പോലീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യങ്ങൾ. ഒരൊറ്റ നോട്ടത്തിൽ അങ്ങനെ എനിക്ക് സ്ട്രോങ് ആയിട്ട് എത്യോപ്യയുടെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല. നമുക്കിപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടെങ്കിലും ചാടാൻ പറ്റുന്നതൊക്കെ തന്നെ ഉള്ളൂ. വരെ ഇറങ്ങരുത് എന്ന് പറഞ്ഞു. പിന്നെ നമുക്കിപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അത്ര വലിയ സാലറി കാര്യങ്ങൾ കിട്ടുന്നൊന്നും തോന്നുന്നില്ല. ഇത് കണ്ടില്ല, ഇപ്പോൾ ഒരു യൂണിഫോം കണ്ടില്ല, അതാണ് ഇവിടുത്തെ ആർമി കാര്യങ്ങളൊക്കെ. പിന്നെ പോകുന്ന നമ്മളുടെ നാട്ടിൽ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. നമ്മുടെ മാരുതി സ്വിഫ്റ്റ് വണ്ടി കണ്ടാൽ പോകുന്നുണ്ട്, ഡിസയർ എല്ലാം പോകുന്നത് കണ്ട. അപ്പോൾ അതിലൊക്കെ കണ്ടപ്പോൾ നമുക്ക് എന്താ പോലെ നമ്മുടെ നാടെത്തിയ പോലെ. അത്യാവശ്യം ഡിസയർ സ്വിഫ്റ്റ് വണ്ടികൾ മെയിനിലാണ്, നമ്മുടെ സ്വന്തം വണ്ടികളാണ് കുറേ ഓടുന്നത്. പിന്നെ കുറേ ടൊയോട്ടയുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ആവറേജ് ലെവലിൽ. പിന്നെ ഇവരുടെ ആകാശമൊക്കെ ഭയങ്കര ക്ലിയർ സ്കൈ ആണ് അവരുടെ. അതാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് എയർപോർട്ടിൻ്റെ വലുപ്പം കാണാൻ പറ്റും. നോക്കിയൊക്കെ നിങ്ങൾ ഇടത്തെ സൈഡിൽ കാണുന്ന കണ്ട അddീസ് അബാബ എയർപോർട്ട്. ഇതാണ് നമ്മൾ വന്ന എയർപോർട്ട്. ഇതിപ്പോൾ ഒരു എയർലൈൻ ഇപ്പോൾ കത്തി കയറുന്നുണ്ട് ശരിക്കും. ഇങ്ങനത്തെ ഇവരുടെ വെച്ച് കണക്ഷൻ വെച്ചിട്ട് പല കൺട്രീസിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് മറ്റോടത്തൊക്കെ ഈ ഇഷ്യൂസ് നടക്കുന്നതുകൊണ്ട് ഇവർക്ക് നല്ല ലാഭമാണ്. അത്യാവശ്യം പേര് ബുക്ക് ചെയ്യുന്നുണ്ട് ടിക്കറ്റൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ കാണാം. എനിക്കാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് കിട്ടും ചെയ്തില്ല. ഫ്രണ്ട് സീറ്റ് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല വൈഡാക്കിയിട്ട് ശരിക്കും വിഷ്വൽസ് കാണിക്കാം. അത് പെട്ടെന്ന് വണ്ടികളൊക്കെ ക്രോസ് ആവുന്നതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതാ വണ്ടികൾ എന്നുള്ളത്. ഏതെങ്കിലും സിഗ്നലിൽ ഏതെങ്കിലും വണ്ടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഐഡിയ കിട്ടും ഏതാ നമ്മുടെ വണ്ടി. ഞാൻ പറഞ്ഞ ഡിസയറൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ പോണേലൊക്കെ അത് ഡിസയർ ഉണ്ട്, പോകുന്നതിൽ ഡിസയർ ഉണ്ട്, പക്ഷേ പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിന്ന് വരില്ല. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും സെക്കൻഡിൽ കിട്ടി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ, കാരണം അത്ര സ്വിഫ്റ്റും വണ്ടികളൊക്കെ അത്യാവശ്യം പോകുന്നുണ്ട്. ഒറ്റ സെക്കൻഡിൽ തന്നെ അത്യാവശ്യം വണ്ടികൾ സ്വിഫ്റ്റിൻ്റെ മാരുതിയുടെ വണ്ടികൾ പോകുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന വണ്ടിയല്ലേ,
എന്നുള്ളൊരു കൺസിഡറേഷൻ നമുക്കും. അപ്പം അങ്ങനെ ഇവർ ഈത്തപ്പഴത്തിൻ്റെ ഇതും ഇവിടെ ഉണ്ട് കേട്ടോ. എത്യോപ്യയിലും ഈത്തപ്പന അതൊക്കെ ഉണ്ട്. പോയത് കണ്ടോ ഡിസൈർ നിങ്ങളൊന്ന്? അതല്ല, പിന്നെ i20 എല്ലാം ഉണ്ട്, ഹ്യുണ്ടായുടെ വണ്ടികളുണ്ട് ഇവിടെ. പോകുന്ന സ്വിഫ്റ്റ് വൈറ്റ് കണ്ടോ, ഇത് ഇവിടുത്തെ ടാക്സിയാണ് നീല പോകുന്നത്. അത്യാവശ്യം നമ്മൾ നോക്കി നിൽക്കുക തന്നെ 2-3 ഡിസൈർ. പോകുന്ന ഡിസൈർ കണ്ടോ, നോക്കുക നിങ്ങൾ. ഡിസൈർ ഞാൻ പ്രതീക്ഷിക്കുന്ന ക്യാമറയിൽ ക്ലിയർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതൊരു ഡിസൈർ പോകുന്നു. അങ്ങനെ എല്ലാം നമ്മുടെ നാട്ടിലുള്ള 2-3 ടൈപ്പ് വണ്ടികളൊക്കെ ഉണ്ട്. വേറെ എവിടെ പോയാലും നമുക്ക് ഡിസൈറോ അത് കാണാൻ പറ്റില്ല. ഇങ്ങനത്തെ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടാൽ നമ്മൾ നിൽക്കുമ്പോഴേക്ക് എത്ര ഡിസൈർ പോയി. അതാണ് ഡിസൈറിൻ്റെ പവർ. എത്യോപ്യ ആയി കഴിഞ്ഞാൽ നമുക്ക് പിടിപാടാന്നാണ് മാരുതിക്കാർ പറഞ്ഞത്. പോകുന്നു വീണ്ടും ഒരു ഡിസൈർ. എത്ര ഡിസൈർ പോയി നമ്മളിപ്പോൾ നിൽക്കണ 2 സെക്കൻഡ്. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ഹോട്ടലിലെത്തിയപ്പോൾ അവിടെ ഇതാണ് ഒമേഡാട്ട് എന്ന് പറഞ്ഞ ഹോട്ടലാണുള്ളത്. ഹോട്ടൽ കയറിയപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പുകച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചായപാത്രം പോലെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പുല്ലിൻ്റെ സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. ഇവരുടെ എന്തോ ഒരു രാജ്യത്തിൻ്റെ എന്തോ ഒരു സംഭവമാണ്. അതാണ് അവർ ഉദ്ദേശിച്ചത്. നല്ല മണം വരുന്നുണ്ട്. പിന്നെ കയറിയ പടം തന്നെ വെൽക്കം ഡ്രിങ്ക് അവർ തന്നിട്ടുണ്ട്. ഒരു ലെമൺ ജ്യൂസ് പോലത്തെ കയ്പ്പാണ്. അത്രയ്ക്ക് അങ്ങോട്ട് സുഖം എന്ന് പറയാനൊന്നും. ഇപ്പോൾ നമ്മൾ എത്യോപ്യത്തെ ഫുഡാണ് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫാണ്. പിന്നെ നമ്മുടെ ബിരിയാണി പോലെ കാണുന്നുണ്ട്. പിന്നെ അത് എരിവുള്ളതാണ്, ട്രൈ ചെയ്ത് പറഞ്ഞു. ഇത് പൊട്ടാറ്റോ ആണ്. ഇത് സാലഡ് പോലത്തെ എന്തോ സാധനം അതൊക്കെ കഴിച്ചിട്ട് പറയാം ഇതെന്താണെന്നൊരു ഐഡിയ ഇല്ല. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ട്രൈ ചെയ്തിട്ട് പറയാം. ഇതിപ്പോൾ നമ്മളെ എയർലൈൻ തരുന്ന ഹോട്ടലിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷനാണ്. ഇതാണ് ഫുഡ്. നമുക്ക് കൂടെ വന്നവരൊക്കെ ഉണ്ട്, പിന്നെ ഇന്ത്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനും. അപ്പോൾ എന്താ കഴിച്ചിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ട്. ഫുഡ് നമുക്ക് അത്രയ്ക്ക് നല്ല മാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഫുഡിലൂടെ ബീഫുണ്ട്. ബീഫ് നേരത്തെ കാണിച്ച പോലെ തന്നെ, പക്ഷെ അതൊക്കെ ഭയങ്കര ഒരു ക്രഞ്ചീന്ന് പറയാൻ പറ്റില്ല. ഒരു വൈറ്റ് ചുണ്ടും പറയാം. ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബിരിയാണി പോലെ തന്നെ ചെറുതാണ്. ഇത് മധുരിച്ചിട്ട് പറ്റില്ല. മധുരം പറ്റില്ല. നമുക്ക് തന്നെ സ്പൈസ് ആയിട്ട് വേണം. പിന്നെ വിശപ്പുകൊണ്ട് ഞാൻ തിന്നു പോകണം. പിന്നെ ഇത് കാണിച്ചിട്ടുണ്ടാകുന്ന ഇത് പൊട്ടാറ്റയാണ്. ഫുഡ് പരാജയമാണ്. പിന്നെ എനിക്ക് സ്ഥിരം ഇവരെല്ലാവരും നിൽക്കണ്ടത് ഇന്നേക്ക് മാത്രമല്ല, അതുകൊണ്ട് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഞാനിത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. ചൂട് പിടിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. കാലാവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ അതേ കാലാവസ്ഥയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. വലിയ മാറ്റങ്ങളൊന്നുമില്ല. നാട്ടിലത്തെ അത്ര ചൂടില്ലെങ്കിലും ഏകദേശമൊക്കെ ഒന്ന് കാലാവസ്ഥ കാണുമ്പോഴും അതുപോലെ നമ്മുടെ ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചറിലൊക്കെ കാണുമ്പോൾ കുഴപ്പമില്ലാത്ത നമ്മുടെ നാട് പോലെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല. അത്ര വലിയ വ്യത്യാസം എന്ന് പറയാനൊന്നുമില്ല. ഇത് ട്രയലാൻഡാണ്. പിന്നെ ഇവരൊക്കെ ഇത് ഏരിയ പണിത് എടുത്തതാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ. ഇതൊക്കെ ഹോട്ടല് റെസ്റ്റോറൻ്റാണ്. മേലത്തെ ഫ്ലോറിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കാവുന്ന ഒരു ഏരിയ. ഇതൊക്കെ ഒറിജിനലാണ്. ഫുഡിന് മണം കഴിക്കാൻ പറ്റില്ല. നാട്ടിലത്തെ പോലത്തെ മണമല്ല. ഇവിടെ സ്ഥിരം നടപടിയാവില്ല ഇങ്ങനത്തെ ഒക്കെ കാര്യത്തിന്. ഓക്കെ, ഇതിന് മതി ഫിലിപ്പീൻസിൻ്റെ ഫുഡിൻ്റെ ടേസ്റ്റ് പോലെ. ഇതാണ് ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് ഭയങ്കര അബദ്ധമായിരുന്നു. എത്തിയപ്പോൾ ഫുഡ് ഭയങ്കരമാണ്. മാഗിയിലൊരു സ്വീറ്റ്നെസ് ഒക്കെ ഉള്ള പോലെ. പിന്നെ വെജിറ്റബിള് ഞാനെടുത്തത് തന്നെ. പിന്നെ പൊട്ടാറ്റോസ്, പിന്നെ ദാലിൻ്റെ ടൈപ്പ് എന്ന സാധനം, പിന്നെ ഈ മധുരമുള്ള ബിരിയാണി പോലത്തെ സാധനം. എനിക്ക് അത്രയ്ക്ക് ഒരു തൃപ്തിയൊന്നും ആയിട്ടൊന്നുമില്ല ഇവരുടെ ഭക്ഷണം. പിന്നെ ഉള്ളത് ചോണം പോലെ രീതിയിൽ അങ്ങോട്ട് കഴിച്ചു. പിന്നെ ബണ്ണൊക്കെ ഉണ്ട്. പക്ഷെ ബണ്ണ് എന്ത് കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടതെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. പച്ച വെറും ബണ്ണെടുത്ത് കടിച്ച് തിന്നേണ്ടി വരും. പിന്നെ വാട്ടർ മെലനുണ്ടായിരുന്നു, പപ്പായല്ല. ഇതിനൊക്കെ ഞാൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് നമ്മൾ തിന്നാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെയാണുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ചു.
അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാം. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. ഇവിടുത്തെ ഹോട്ടൽ നിങ്ങൾക്ക് കാണിച്ചില്ലല്ലോ ഞാൻ. ഹോട്ടലും ഒരു ഏവറേജ് ലെവലിൽ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. എത്യോപ്യ എന്ന് പറയുമ്പോൾ അത്ര വലിയ സെറ്റപ്പ് അല്ല എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കണം. ഇവിടെ മറ്റേ ഫയറൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് എമർജൻസി എക്സിറ്റ് പോകേണ്ടതെന്ന് നമുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കയറി വന്നു കഴിഞ്ഞാൽ പാടെ തന്നെയാണ് ഇവിടെ ടോയ്ലറ്റ് ഉള്ളത്. അപ്പോൾ ഒരു ടോയ്ലറ്റ്, ബേസിൻ, അങ്ങനെ ഒരു ബേസിക്കായിട്ടുള്ള ഫെയർ കണ്ടീഷൻ എന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ ബാത്റൂം ടർക്കി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂർ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോഴേക്ക് പിന്നെ അടുത്തേക്ക് പോകണം. ഇത് നമ്മുടെ ബാഗും ലാപ്ടോപ്പും സാധനങ്ങളൊക്കെ. ഇതൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ ചെക്കിൻ ബാഗിൽ വെച്ചു. ചെക്കിൻ ബാഗിൽ വെച്ചുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ വേറെ ഡ്രസ്സില്ല. 8 ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കണം. ഇനി എൻ്റെ ചെക്കിൻ ബാഗ് കിട്ടുക സ്വിറ്റ്സർലാൻഡ് എത്തുമ്പോഴാണ് കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഞാൻ പോകേണ്ടി വരും. പിന്നെ കുഴപ്പമില്ല, വലിയ മുഷിപ്പൊന്നും ഉണ്ടായിട്ടില്ല ഇട്ട ഡ്രസ്സിന്. അപ്പോൾ ഇത് വെച്ചിട്ട് അങ്ങ് പിടിക്കാം. അങ്ങനെ ഇതൊരു ടേബിളുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഹെഡ് ഡെസ്ക് ഉണ്ട്, സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടതാണ്. ഉള്ളതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചപ്പൽസ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ കിടക്കാറ്. പിന്നെ ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജിൻ്റെ ഉള്ളൊന്നുമില്ല. പിന്നെ കോഫി ഉണ്ടാക്കി കുടിക്കാനുള്ള തന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു മിററുണ്ട്. എനിവേ ഇത് ഫെയർ കണ്ടീഷൻ പറയാം. ഫുഡ് അത്ര പോരാ, എന്തായാലും ഓക്കെ. 5 മണിക്കൂറിനല്ല അങ്ങനെ. അപ്പോൾ ഇനി ബാക്കി നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എനിക്ക് പിന്നെ ഇവിടുന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഇവിടെ തന്നെ നിൽക്കണം. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ വിസ എടുക്കണം. ഈ വിസ ഓൺലൈനായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നില്ല. കാരണം 5 മണിക്കൂർ ആകുമ്പോഴേക്കും ഞാൻ പോവല്ലേ. ജസ്റ്റ് ഒന്ന് കിടന്ന് ഒന്ന് മെയിലൊക്കെ ചെക്ക് ചെയ്യുമ്പോഴേക്കും ആ സമയമാവും ഏകദേശം. അപ്പോൾ ഇന്ന് ഇവിടുത്തെ 12:30ക്കാണ് നമ്മളെ ഫ്ലൈറ്റ് എടുക്കുന്നത്. ആ 12:30 പറഞ്ഞപ്പോൾ 2 മണിക്കൂർ മുന്നേ എത്തണം. അപ്പോൾ ഏകദേശം ഒരു 10 മണി ആകുമ്പോഴേക്കും എത്തണം. അപ്പോൾ ഞാനൊരു ഇവിടുന്ന് ഒരു 9 മണി 8-9 മണിക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ കഴിഞ്ഞാലും ബാക്കി വിഷ്വൽസ് കാണാം. അതുവരേക്കും ബൈ. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നമുക്ക് ഏകദേശം 8 നമുക്ക് പോകാനുള്ള ടൈമായി. അപ്പോൾ താഴത്ത് പോയിട്ട് ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മളതിനെ മാത്രമായിട്ട് അവരെടുത്തിട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുപോവാണ്. അവർക്ക് ഇതുപോലെ ഇങ്ങനെ സ്ഥിരം ആൾക്കാരിങ്ങനെ വരുന്നതായിരിക്കും. എയർലൈനിൻ്റേതല്ല. അപ്പോൾ നല്ല റിസർവേഷനും കാര്യങ്ങളെല്ലാം ബുക്കിംഗ് എല്ലാം കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ എത്യോപ്യയുടെ രാത്രി ഭംഗി. രാത്രി കാണുമ്പോൾ നടുവത്തെ പനയെല്ലാം കാണുമ്പോൾ ചെറിയൊരു ഗൾഫ് ഒരു അജ്മാൻ സെറ്റപ്പൊക്കെ തോന്നുന്നുണ്ട് UAE-ത്തെ ആ പന കാണുമ്പോൾ മാത്രം. പിന്നെ ഇവിടെ കാണുന്നതാണ് പണ്ടത്തെ എത്യോപ്യയുടെ ഫ്ലൈറ്റ്, ചെറിയ ഫ്ലൈറ്റ്. അപ്പോൾ അതവർ സെൻട്രൽ എയർപോർട്ടിൻ്റെ മുന്നത്തെ ആയിട്ടുള്ള ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി നമുക്ക് ഏകദേശം നമ്മുടെ എയർപോർട്ട് എത്താറായി. അപ്പോൾ എയർപോർട്ട് എത്തിയിട്ട് നമുക്ക് ഇനി ഉള്ളിലേക്ക് കയറണം. എന്നിട്ട് നമുക്ക് ചെക്കിങ് എല്ലാം പിന്നെയും ചെയ്യണം. എന്നിട്ട് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യണം. അത്ര പണികളുണ്ട്. രാത്രി അത്ര വലിയ തിരക്കില്ല. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോർട്ട് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ എത്യോപ്യൻ അക്ഷരങ്ങളിൽ എഴുതിയതാണ് അവരുടെ ഭാഷയിൽ. അപ്പോൾ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാലാണ് മെയിൻ ശരിക്കും കയറുണ്ട്. പക്ഷേ അവരുടെ അടുത്ത് സെക്യൂരിറ്റി അവിടുന്ന് കൈ കൊണ്ട് കാണിക്കേണ്ട അപ്പുറത്ത് കൂടെ പോകുന്നത്. പിന്നെ എന്തിനാണ് ഈ വഴി പണിത് വെച്ചതെന്ന് തമ്പുരാനറിയാം. വല്ല ഗവൺമെൻറ്റിൻ്റെ വല്ല ഓഫീഷ്യൽസ് തന്നെ വരുന്നുണ്ടാവും. ഈ മുന്നിൽ പോകുന്ന സ്ത്രീയുടെ ഡ്രസ്സിങ് കണ്ട. ഈ ഡ്രസ്സാണ് ഒരുമാതിരി നമ്മുടെ നാട്ടിലത്തെ ലുങ്കിമുണ്ട് പോലത്തെ മുണ്ട്. അതാണ് ഇവരുടെ ഡ്രസ്സ്. പാവാട പോലെ അവരെടുക്കുന്നത് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടാണ്. ഈ വരി ഇങ്ങനെ ക്യൂ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് വേണം ഉള്ളിൽ കയറാൻ. ഇവിടെ പുറത്ത് ബസ്സുകളൊക്കെ വരുന്നുണ്ട് ഓരോ ഹോട്ടലിൽ നിന്ന് ആൾക്കാരെയും കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിൽ കയറിയിട്ട് ഇനി അടുത്ത ഫ്ലൈറ്റ് കയറി പോകുന്ന വിഷ്വൽസുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.